സ്വതന്ത്രമായി സ്തുതിച്ച് ശല ഹലബല എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. ശല ഹലബല 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 ശാലബല. പരിശുദ്ധാത്മാവേ, യേശുവേ, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അങ്ങിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ദാഹിക്കുക. ഈശോ പറഞ്ഞു, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവർ എന്നിൽ നിന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെന്നിൽ നിന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നതിൻ്റെയും ഈശോയിൽ നിന്നും പൂർണ്ണമായി ദാഹിക്കുന്നതിൻ്റെയും അടയാളമായിട്ട് നിങ്ങളിൽ ആർക്കെങ്കിലും ഈശോയുടെ അടുത്തേക്ക് വന്ന് ദിസ് ഈസ് എൻ ആൾട്ടർ കോൾ, ഈശോയുടെ അടുത്തേക്ക് വന്ന് സാഷ്ടാംഗം വീണ് ഈശോയെ ആ ജ്ഞാനം നൽകണമേ, ഞാനിതാ എൻ്റെ മാനുഷിക ജ്ഞാനത്തെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന് ആഗ്രഹമുള്ളവർ വരിക. ആദ്യം വരുന്നവർ ആൾത്താരയുടെ പുറകുവശത്തേക്ക് പോകുക, പിന്നെ വരുന്നവർ മുൻവശത്തേക്ക് വരാവുന്നതാണ്. ശാല ഹാലബല ഹാലബല. പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഈശോ നമുക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ആൾത്താരയുടെ പുറകുവശത്തേക്ക് പോയി പൂർണ്ണമായിട്ട് സാഷ്ടാംഗം വീണോ കുമ്പിട്ടോ ആരാധിച്ചുകൊണ്ട് ഈശോയെ ഇതാ ഞാൻ പൂർണ്ണമായിട്ട് എന്നെ സമർപ്പിക്കുന്നു. എന്നെ ആ കന്യകകൾ പോലെ, ജ്ഞാനവതികളായ കന്യകളെ പോലെ മണവാളൻ്റെ മണിയറയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. അതനുസരിച്ചുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ആ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഹല്ലബ 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 ഹല്ലബ. ഓ യേശുവേ, എല്ലാവരെയും കേട്ടെടുക്കണമേ, എല്ലാവരിലും ജ്ഞാനം നിറയ്ക്കണമേ, അങ്ങയുടെ ജ്ഞാനം നൽകണമേ. ഈ കന്യകമാരെ ജ്ഞാനവതികളായ കന്യകമാരാക്കി അങ്ങയുടെ മണിയറയിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഹല്ലബ ഹല്ലബ ഹല്ലബ. കർത്താവേ, ഞങ്ങളുടെ മാനുഷിക ജ്ഞാനത്തെ ഞങ്ങൾ അടിയറ വയ്ക്കുന്നു. ഞങ്ങളുടെ മാനുഷിക ജ്ഞാനത്തെ ഞങ്ങളിതാ അടിയറ വയ്ക്കുന്നു. ഞങ്ങളുടെ മാനുഷിക ജ്ഞാനത്തെ ഞങ്ങളിതാ അടിയറ വയ്ക്കുന്നു. അങ്ങയുടെ ദൈവിക ജ്ഞാനം ഞങ്ങളിലേക്ക് ഒഴുകണമേ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ശല ഹലബല 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 ഹലബല. പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് വൈഡായിട്ടുണ്ട്. കർത്താവേ സമർപ്പിക്കുന്നു, കർത്താവേ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പിത ജീവിതം മാനുഷിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാകാതെ ദൈവശക്തിയിലും ദൈവജ്ഞാനത്തിലുമാകാൻ വേണ്ടി ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഓ ദൈവമേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനുമായ ഈശോയെ ആനന്ദിക്കട്ടെ. ഹലവ ഹലവ ഹലവ. പരിശുദ്ധാത്മാവേ, സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും
പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ അങ്ങേക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമേ അങ്ങേക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ അങ്ങേക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ അങ്ങേക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ അങ്ങേക്കാരാധന. പിതാവിനും പുത്രനും സമനാം ദൈവമേ അങ്ങേക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ അങ്ങേക്കെന്നെന്നും ആരാധന. സാവധാനം നമുക്ക് മുട്ടിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, മുട്ടിൽ നിന്നുകൊണ്ട് കരമുയർത്തി നമുക്ക് ഈശോയെ ആരാധിച്ച് സ്തുതിക്കാം. ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ. ഭാഷാവരത്തിൽ സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങളുടെ മണവാളൻ്റെ മണിയറയിലേക്ക് ജ്ഞാനവതികളായ കന്യകമാരായി ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. വിവേകവതികളായ കന്യകമാരെ ഞങ്ങളെ അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ ജ്ഞാനം ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ ജ്ഞാനമാണ് ഞങ്ങളെ നയിക്കേണ്ടത്. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ കരുത്ത് നൽകണമേ. ശല്ലബാ ലബാ 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 ശല്ലബാ ഹല്ലബാ 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 ശാലബലബലബലബലബലബലബലാ ലബാ 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 ഹർറബഖീരിയ ഹർറബഖീരിയ ശാലബ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 ലാ ശാലബലബലബലബലബലബലബലബലാ ഉലയ്യാ ഹലബലാ ശാലബലബലബലബലബലബലാ ഉലയ്യാ. സാവധാനം പിന്നിൽ നിന്നുള്ളവർ എഴുന്നേറ്റ് യഥാസ്ഥാനത്തേക്ക് പോകാം. പൂർണ്ണമായ സംതൃപ്തിയോടെ വിശ്വാസത്തോടെ ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങളിലേക്ക് നൽകിയിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ആ നിധി ഞങ്ങൾ തുറന്നിരിക്കുന്നു. നമ്മളിനി ആരാധനയുടെ സമാപന ആശീർവാദത്തിനായിട്ട് മുട്ടുകുത്തി ജീവൻ നൽകുമൊരപ്പം നീ മധ്യമുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്വം നീ
നിത്യമഹോന്നതമർപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടും. ദൈവത്തിൻ പരിപാവനമായി സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമർപ്പം നീ. നിത്യമഹോന്നതമർപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നന്മടമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരൂപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പൂർണ്ണമാവനമായി ഇതൊരു വലിയ അനുഭവമാണ് നമുക്ക് ലഭിച്ചത്. ഈശോ പറഞ്ഞു,
മണവാളൻ്റെ മണിയറയിലേക്ക് വിവേകവതികളായ കന്യകമാർ വിളക്കും കൊളുത്തി പ്രവേശിച്ചു. അതാണ് നമ്മുടെ യോഗ്യത. നമുക്ക് വേണ്ടതെല്ലാം അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കുമെന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയാണ്. ആ മഹത്വത്തിൻ്റെ പ്രകാശം, ആ മഹത്വത്തിൻ്റെ വെളിപാട്, ആ മഹത്വത്തിൻ്റെ ശക്തി കർത്താവാണ് എൻ്റെ ഓഹരി. ഒന്നുകൊണ്ടും നമ്മൾ അധൈര്യപ്പെടേണ്ടതില്ല. ഒന്നുകൊണ്ടും നമ്മളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോകേണ്ടതില്ല. കർത്താവാണ് എൻ്റെ ഓഹരി. എല്ലാം നൽകുന്നവൻ, പ്രത്യേകിച്ച് ആ ജ്ഞാനം മുഴുവനും നമുക്ക് നൽകുന്നു. നമുക്ക് ആ ബോധ്യത്തോടു കൂടി വളരെ സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, എന്നാൽ മൗനതയോടെ നമുക്ക് ഭക്ഷണം കഴിച്ച്